ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട അനുമതിയെല്ലാം നൽകിയത് ഇടതു സർക്കാരിന്റെ കാലത്താണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തുറക്കുകയെന്നത് പുതിയ ആശയമാണെന്നും അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം തനിക്കില്ലെന്നും മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. ആറന്മുള വിമാനത്താവളത്തിന് പാരിസ്ഥിതികാനുമതി നിഷേധിച്ചുകൊണ്ട് ഹരിത ട്രിബ്യൂണൽ വിധി പ്രഖ്യാപിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഴുവൻ ഉത്തരവാദിത്വവും കഴിഞ്ഞ സർക്കാരിന് കൈമാറിയത്. കഴിഞ്ഞ ഇടതു സർക്കാരിന്റെ കാലത്താണ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടന്നത്. സർക്കാർ തീരുമാനങ്ങളിൽ പലതും നിയമവിരുദ്ധമായിരുന്നു. തന്റെ സർക്കാർ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. കഴിഞ്ഞ ഗവൺമെന്റ് അവിടെ ഒരു വിമാനത്താവളം വരുന്നതിന് ആവശ്യമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കേണ്ട എല്ലാ അനുമതികളും കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികളാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. അത് ചിലത് ക്യാൻസൽ ചെയ്യേണ്ടതുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും ആരംഭിക്കുന്നതിനെ എങ്ങനെ കാണുന്നുവെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഗവൺമെന്റ് പുതിയ ആശയങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കാറില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കാത്തിരുന്ന് കാണാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുതിയ പ്രധാനമന്ത്രിയുടെ ഒരു പുതിയ ആശയം എന്ന നിലയിലാണ് ഞാൻ കാണുന്നത്. പുതിയ ആശയങ്ങളോട് ഒരിക്കലും പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരാളല്ല ഞാൻ. ഈ പുതിയ പ്രധാനമന്ത്രിയെ കാണുന്നത് കർട്ടസി കോൾ എന്നുള്ള നിലയിലാണ്. കാണുമ്പം സ്വാഭാവികമായും പൊതുവായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ, കേരളത്തിലെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ വികസന കാര്യങ്ങളും നിശ്ചയമായിട്ടും വരും. പിന്നെ ഡൽഹിക്ക് പോകുന്ന സമയത്ത് നിശ്ചയമായും പാർട്ടി നേതൃത്വവുമായിട്ടും ബന്ധപ്പെടുമല്ലോ, നിശ്ചയമായിട്ടും ബന്ധപ്പെടും. അപ്പം തെരഞ്ഞെടുപ്പിനെ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യും. ജൂൺ ആദ്യവാരം ഡൽഹിയിൽ സന്ദർശനത്തിന് പോകുന്ന മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തും. മന്ത്രിസഭാ പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങൾ അവിടെ വെച്ച് ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലും കസ്തൂരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിലും സർക്കാരിന്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ജനപങ്കാളിത്തത്തോടെ കർഷകരെ പരിഗണിച്ചുകൊണ്ടുള്ള പാരിസ്ഥിതിക സംരക്ഷണമാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ ജില്ലകളിലും +2 അധിക ബാച്ച് അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ജൂൺ 15 മുതൽ ജൂലൈ 31 വരെ 47 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്താനും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ തുറക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പുതുതായി അനുവദിച്ച 10 സർക്കാർ കോളേജുകളിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന് 78 തസ്തികകളും 4 ഇടങ്ങളിൽ പുതിയ തസ്തികകൾ അനുവദിക്കുന്നതിന് തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെ മന്ത്രിസഭ ചുമതലപ്പെടുത്തി.